ഹലോ മക്കളെ, അപ്പോൾ നമ്മളിതാ +1 കഴിഞ്ഞ് +2ലേക്ക് അങ്ങനെ ഫൈനലി പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് ആരാണ്? +2 ബോർഡ് എക്സാം തന്നെയാണ്. അപ്പോൾ ഇതുവരെ കണ്ട +1 നിന്ന് ഒരുപാട് മാറ്റങ്ങൾ +2ലേക്ക് വരുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അത് എക്സാമിൻ്റെ നിലവാരത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് ആ മാറ്റം കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ പഠനം എന്ന് പറയുമ്പോൾ കൂടുതൽ എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യണം? NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക് നമ്മളിതാ കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ വർഷത്തെ +1 എക്സാമിൽ മക്കൾക്ക് മനസ്സിലായ കാര്യവും അത് തന്നെയായിരിക്കും. അപ്പോൾ ഓൾറെഡി മക്കൾ NK സാറിൻ്റെ വീഡിയോ കണ്ടു കാണും. അതായത് നിങ്ങളുടെ +2 പഠനം ഏറ്റവും എളുപ്പമാക്കാനായിട്ട്, ഏറ്റവും മികച്ച രീതിയിലാക്കുവാനായിട്ട് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ബാച്ചാണ് മക്കളെ നമ്മുടെ സ്വന്തം അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ പഠനം ഏറ്റവും ഗംഭീരമാക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ മക്കളെ, അത്തരം എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അഗ്നി ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ് ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ചുമ്മാ ലൈവ് ക്ലാസ്സുകളല്ല, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ +2 മാത്സിലേക്ക് വരുമ്പം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. ഇപ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് പാർട്ടുകളായി തിരിക്കും. ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 or 5 പാർട്ടുകളായി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ചാപ്റ്ററിലുള്ള ഒന്നാമത്തെ ടോപ്പിക്ക് പഠിക്കും. ആ ടോപ്പിക്കിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് ബേസിലുള്ള മൊത്തം കോൺസെപ്റ്റ് പഠിക്കും. അതിനുശേഷം എന്താണ്? അതിനുള്ളിലുള്ള NCERT ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനെ ബേസ്ഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. ആ ഭാഗത്തുനിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസലേനിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. ആ ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ പാർട്ട് 2 നമ്മൾ എന്ത് ചെയ്യാണ്? സെക്കൻഡ് ടോപ്പിക് ഡിസ്കസ് ചെയ്യും. പാർട്ട് 3 അടുത്ത ടോപ്പിക്കിലേക്ക് വരും. അങ്ങനെ ഓരോ ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യാണ്? 6 പാർട്ടോ അല്ലെങ്കിൽ 4 പാർട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും പാർട്ട് കഴിയുന്നതോടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കും പഠിച്ച് കഴിയും. അതേപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇന്ന് വരെ വന്നിരിക്കുന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള മൊത്തം മിസലേനിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തിനാവും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു 4 or 5 പാർട്ട് കഴിയുന്നതോടുകൂടെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യേണ്ട? നോട്ട് എഴുതിയെടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. അതായത് ക്ലാസ് കഴിയുന്ന സമയത്ത് മക്കൾക്ക് ആ ലൈവ് ക്ലാസ്സിന് ബേസ്ഡ് ആയിട്ടുള്ള സ്ലൈഡ്സുകൾ എന്തായിരിക്കും? ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ തന്നെ നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ആ ക്ലാസ്സിൽ സർ എടുത്തിരിക്കുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സ് പോലെയുള്ള സ്ലൈഡ്സുകൾ എന്തായിരിക്കും? അതിൽ അവൈലബിൾ ആയിരിക്കും. സോ മക്കൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു ചാപ്റ്ററിന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് റിവിഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം, റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സ്ലൈഡ്സിലൂടെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതിയാകും. അഗ്നി ബാച്ചിലെ മറ്റൊരു ഫീച്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇൻസ്റ്റാളിൽ മക്കൾ കണ്ടു കാണും. അതേപോലെ മൈൻഡ് മാപ്പ്, ഡൗട്ട് ക്ലിയറൻസ്, ഇനി മക്കൾ എഴുതാൻ വേണ്ടി പോകുന്ന പ്രാക്ടിക്കൽസ്, ലാബ്സ്. ഇപ്പോൾ മാത്തമാറ്റിക്സൊക്കെ ലാബ് വരാൻ വേണ്ടി പോകുന്ന ഒരു കാലം +2 തന്നെയാണെന്നറിയാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ മിസ് ഒന്നും എടുത്തെടുത്ത് പറയുന്നില്ല, ഓൾറെഡി മക്കൾ കണ്ടതായിരിക്കും വീഡിയോയിൽ. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ബാച്ചിൽ. ഇനി ഒട്ടും വൈകേണ്ട ആവശ്യമില്ല. ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് വെറും 4999 രൂപയ്ക്കാണ്. സോ ഒട്ടും വൈകാതെ മക്കൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ മക്കളെ, അഗ്നി ബാച്ചിൽ കാണാം.